കേവലം 60 രൂപയ്ക്ക് ഒരു അടിപൊളി എക്സ്പോർട്ടോ ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൽ മാർച്ച് 30 മുതൽ തുടങ്ങുന്ന ഫോർട്ട് കൊച്ചിൻ ഫെസ്റ്റ് 2025 എന്ന എക്സ്പോയെ കുറിച്ചാണ് ഞങ്ങളോട് ഇപ്പോൾ പറഞ്ഞത്. ആഫ്രിക്കൻ പൈത്തൺ, അതുപോലെ തന്നെ ഇഗ്വാന, അതുപോലുള്ള നിരവധി ആനിമൽസും അതുപോലെ തന്നെ നിരവധി പക്ഷി മൃഗാദികളെല്ലാം നമ്മുടെ ഈ ഫെസ്റ്റിലുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനും പറത്തങ്ങ് വിട്ടേക്കോട്ടോ. അതോടൊപ്പം തന്നെ പിള്ളേർക്ക് അടിച്ച് പൊളിക്കാനായിട്ടൊരു കിഡ്സ് അമ്യൂസ്മെന്റ് ഏരിയ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ രുചികരമായിട്ടുള്ള കൊച്ചിയുടെ തനതായിട്ടുള്ള ശൈലിയിലുള്ള നല്ല രുചിഭേദങ്ങളോട് കൂടിയുള്ള ഫുഡ് കോർട്ട് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല എല്ലാ ദിവസവും നല്ല അടിപൊളി മ്യൂസിക് ഷോസും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ ഇങ്ങനെ സംഭവം പൊളിയല്ലേ? മാർപ്പാപ്പയ്ക്ക് പൂക്കളും തിരികളുമായി പ്രാർത്ഥനയോടെ കുമ്പളങ്ങി സെന്റ് ജോസഫ് പള്ളി ഇടവക സമൂഹം. മാർപ്പാപ്പയുടെ ഖബറടക്കം നടന്ന ശനിയാഴ്ച തിരികളും പൂക്കളുമായിട്ടാണ് കുമ്പളങ്ങി സെന്റ് ജോസഫ് ഇടവക സമൂഹം ദിവ്യബലി അർപ്പിക്കാനെത്തിയത്. പോപ്പിന്റെ ആത്മാവിന് നിത്യശാന്തിക്കായി വികാരി ഫാദർ ആന്റണി നെടുമ്പറമ്പിൽ ഒപ്പീശ് പാടി. അൽത്താരയുടെ മുന്നിൽ പ്രത്യേകം ഒരുക്കിയ പീഠത്തിലാണ് കാലം ചെയ്ത ആഗോള കത്തോലിക്ക സഭ അധ്യക്ഷനായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഫോട്ടോ സ്ഥാപിച്ചിരുന്നത്. അൽത്താരയ്ക്ക് താഴെ പ്രത്യേകം സജ്ജമാക്കിയിരുന്ന സ്ഥലത്താണ് ഇടവക വിശ്വാസികൾ പുഷ്പങ്ങളും കത്തിച്ച തിരികളും സമർപ്പിച്ചത്. വത്തിക്കാനിൽ രാവിലെ 10 മണിയോടെ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചു. ഡിവൈൻ പ്രൊവിഡൻസ് കോൺവെന്റിലെ മദർ സുപ്പീരിയറും മറ്റു സിസ്റ്റേഴ്സുമാരും അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. കൂടാതെ കൈക്കാരന്മാരായ ജോർജ് നാങ്കേരി, ജോബ് വെളിപ്പറമ്പിൽ, കുടുംബ യൂണിറ്റ് ശുശ്രൂഷ സമിതി സെക്രട്ടറി നിഷ ജോബോയ്, ഗജാൻജി, ഷേബ സെൻസി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.